ഹലോ, മൈ നെയിം ഈസ് ഫഹീം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ +1 +2 കൂടെ നീറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയൊരു വ്യക്തത ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ഞാൻ +1 +2 കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്ത ഒരാളല്ല. ഞാൻ റിപ്പീറ്റിംഗ് ടൈമിലൊക്കെയാണ് നീറ്റിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ +1ലോ +2ലോ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയായിരിക്കും എൻ്റെ സ്ട്രാറ്റജി എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. +1 +2 കൂടെ നീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലൊക്കെ കുറേ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിലായിരിക്കും. അപ്പോൾ അവരോട് വർത്തമാനം പറയേണ്ടി വരും. അങ്ങനെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സാധാ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വേണ്ട കൺസെപ്റ്റ് സംഭവങ്ങളൊന്നും കിട്ടി എന്ന് വരില്ല. പക്ഷെ എന്നാലും എന്നാലും ചില ട്യൂഷനൊന്നും അത് കിട്ടി എന്ന് വരില്ല എന്നുള്ളതാണ്. കാരണം +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവരുടെ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റെസിഡൻഷ്യലിൽ പോവുകയാണെങ്കിൽ കുറേ ഔട്ട് പഠിപ്പിക്കും +1 +2 കൂടെ. അപ്പോൾ പിന്നെ ഹോസ്റ്റലാണെങ്കിൽ കുറേ കളിക്കാനുള്ള ആൾക്കാരുണ്ടാവും എന്നുള്ളതൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഇരട്ടി ഗുണങ്ങളുണ്ട്. 24ഓളം മന്ത് നമുക്ക് കിട്ടുകയാണ് ഇപ്പം +1 +2 ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ എന്തെന്നാലും കിട്ടും. അധികം ആൾക്കാരും റിപ്പീറ്റ് 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടൊക്കെ കിട്ടുന്ന, ഇപ്പോൾ റിപ്പീറ്റിംഗ് ടൈമോട് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് അതിന് മാത്രം ടൈം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ 24 മന്തും നമുക്ക് കിട്ടുന്നില്ല. ഒരു 8 മാസം 16 മാസം അത്രയൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ എന്നുള്ളതും ഉണ്ട് പറയാനുള്ളത്. അപ്പോൾ ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണേ എന്തെന്നാലും അത്യാവശ്യം നല്ല നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് +1ത്തെ കുട്ടികളോടാണ്. +1ത്തെ കുട്ടികൾ അത്യാവശ്യം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ പഠിച്ചു വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബേസ് ഇങ്ങനെ വെല്ലനീച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് തന്നെ ഒറ്റയടിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ആവാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെല്ലനീച്ച് ഇങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ട്രെൻഡ്, എങ്ങനെയാണ് ഇപ്പം നീറ്റ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലാവണം. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മളിങ്ങനെ വെല്ലനീച്ച് എത്തുക, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഒന്നും എടുക്കേണ്ട. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ വെല്ലനീച്ച സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം 10 കഴിഞ്ഞ് +1ലേക്ക് കയറുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ നമുക്കത് ചിലപ്പം താങ്ങിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു 10-15 മണിക്കൂറൊക്കെ പഠിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെല്ലനീച്ച് ഇങ്ങനെ ടൈമൊക്കെ ഇങ്ങനെ പഠിത്തത്തിന്റെ ടൈമൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ കൂളായിട്ട് നിൽക്കുക. നമ്മൾ പഠിക്കണമെങ്കിലൊക്കെ മാക്സിമം ടൈം പഠിത്തത്തിലേക്ക് തന്നെ എത്തിക്കുക. പക്ഷെ നമ്മൾ കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം 2 വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാനോ ഒന്നിനും നമ്മൾ സമ്മതിക്കരുത്. നമ്മളിങ്ങനെ കൂളായിട്ട് തന്നെ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയേണ്ട കാര്യം. പിന്നെ നമ്മൾ ചില ടൈമിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാന്നൊക്കെ പറയുമ്പോഴും ചില ടൈമിൽ നമുക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളത് മറികടന്ന് നമ്മൾ അപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയേണ്ട കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബേസ് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ലെവൽ കൂട്ടി വരിക ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ അരിഹന്ത് അങ്ങനത്തെ ഓരോരോ ബുക്കുകളൊന്നും എടുത്ത് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ആദ്യം തന്നെ അങ്ങനത്തെ MTGന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കാനും ഒക്കെ. ഇപ്പോൾ നീറ്റിനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അധികം അത്യാവശ്യം നല്ല ഡെപ്തിലുള്ള കൺസെപ്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ പറയുന്നത് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററൊക്കെ ചിലപ്പോൾ മിസ്സായി പോയാൽ പിന്നെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പക്കായിട്ട് ഇങ്ങനെ മിസ്സായിങ്ങനെ പോകും. 2ാമത്തെ ചാപ്റ്റർ തൊട്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ മുന്നത്തെ ചാപ്റ്ററായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടാവും ആ ചാപ്റ്ററിന്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ നോക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ വിടുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ രീതിയിൽ പഠിക്കണം. അത് നമുക്കിങ്ങനെ പഠിച്ചിങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരേമാതിരി പഠിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് നടന്നോളണം എന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നീറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് പക്കായിട്ട് മനസ്സിലാവണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അതിന്. അപ്പോൾ നീറ്റ് എങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ്
ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതൊക്കെ നമ്മൾ പക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് പറയാണ്ട്. പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പ്രത്യേകം ബയോളജി ഒക്കെ പക്ക NCERT മാത്രം വായിക്കുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഔട്ടൊക്കെ കുറെ പഠിപ്പിക്കും +1 +2 കൂടെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ വല്ലാണ്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കൺസെപ്ച്വലി പക്ക അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി +2 സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയാണ് ഞാൻ പറയുന്നത്. +2 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം +10 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും, +1 OFP ഉണ്ടാവും. +1 റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും നമ്മൾ പണി പാളിന്ന് മനസ്സിലായിട്ട് +2 പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ അധികം ആൾക്കാരും ട്രൈ ചെയ്യുക. ഞാനും ട്രൈ ചെയ്തിരുന്നു, അപ്പോൾ ഫെയിൽ ആയ സംഭവമാണ്. പക്ഷെ ഇപ്പം ഞാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഭയങ്കര പണിയാണ്. ഇപ്പോൾ +1 ബേസ് ഉണ്ടാവില്ല, +2 ക്ലാസ് എടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല. കാരണം +1 കണക്ട് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുക. പക്ഷെ നമുക്ക് +2 കാര്യം +1 കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം എന്നുള്ളതുണ്ട്. ഇപ്പോൾ സാർമാര് എടുക്കുന്ന +1 ആയിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കും. പക്ഷെ നമ്മൾ വല്ലാണ്ട് മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ അതിന്റെ കൂടെ തന്നെ +2 മുന്നോട്ട് പോവുക. അപ്പം ബാക്കി ടൈം ഉണ്ടെങ്കിൽ നമ്മൾ +1 കൂടെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇമ്പ്രൂവ്മെന്റ് ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത് പറഞ്ഞാൽ +1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാക്സിമം അതിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതിന് വേണ്ടി പഠിക്കുക. പിന്നെ ഓൺലൈനിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, പിന്നെ ഓരോരോ ബാച്ചസ് ഉണ്ടാവും. ഇപ്പം ബ്രില്യൻ്റ് എന്നാണെങ്കിലും ഓരോ സെന്ററിൽ നിന്നാണെങ്കിലും ഒക്കെ ഇപ്പോൾ +1 +2 കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അതിലൊക്കെ ചേർന്ന് അത്യാവശ്യം നല്ല യൂസ്ഫുൾ തന്നെ ആയിരിക്കും. പിന്നെ ഔട്ട് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. +2 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി സംഭവമായിരിക്കും. കാരണം റെക്കോർഡ് ചെയ്തണം, അങ്ങനത്തെ കുറേ ടൈം നമ്മൾ വേസ്റ്റ് ആകും. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ നമ്മൾ കുറേ പഠിച്ചാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെന്നാലും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുക, എന്തെന്നാലും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുക, മാക്സിമം ടൈം വർക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ +1 കുട്ടിയോട് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡിസ്ട്രാക്ഷൻസ് കുറേ ഉണ്ടാവും. വീട്ടിൽ നിന്നൊക്കെ പഠിക്കുകയാണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും ഒക്കെ ഡിസ്ട്രാക്ഷൻസ് കുറേ ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും വല്ലാണ്ട് മൈൻഡ് ചെയ്യാതെ നമ്മൾ മാക്സിമം പഠിക്കുക. പിന്നെ കാണുന്ന ഒരു പ്രവണതയാണ്, നമ്മളിങ്ങനെ കൂടുതലുള്ളവരൊക്കെ പഠിക്കുന്നത് നന്നായിട്ട് കാണും, അവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. ചിലപ്പം പഠിക്കാതെ മാർക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും വീട്ടിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. നമ്മൾ വെറുതെ പൊട്ടന്മാരായിരിക്കൊണ്ട് ഇരിക്കുകയായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലും പഠിക്കുന്നില്ല, നമ്മളും പഠിക്കുന്നില്ല. പക്ഷെ നമുക്ക് മാർക്കില്ല, അവർക്ക് മാർക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവർ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ല നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യേണ്ടത്. പിന്നെ പറയേണ്ടത് +1 കുട്ടികളോട് പറഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് നീറ്റിന്റെ ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം, പക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പക്ക കൺസെപ്ച്വലി, പക്ക പറയാൻ പറ്റില്ല, കൺസെപ്ച്വലി ഭയങ്കര ഡെപ്തിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് എല്ലാ കൊല്ലവും ഉണ്ടാവുക. പിന്നെ ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ചെയ്യാനും ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ട്രെൻഡ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അടുത്ത കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അധിക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭയങ്കര കൺഫ്യൂഷനിലാണ്. അടുത്ത കൊല്ലത്തെ പേപ്പർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ടഫാവോ ഈസിയോ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് അധിക ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും നിൽക്കുന്നത് കേരളത്തിലെ. അപ്പോൾ നമുക്കും അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എന്തായാലും കൺസെപ്ച്വലി നന്നായിട്ട് പഠിക്കുക, അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. കൺസെപ്ച്വലി പഠിക്കാതെ ഒരു കാര്യം മുന്നോട്ടേക്ക് നീങ്ങില്ല. നീറ്റ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് ചെയ്യാനൊന്നും പറ്റി എന്ന് വരില്ല. അപ്പൊ നമ്മൾ കൺസെപ്ച്വലി അത്യാവശ്യം നല്ല ഡെപ്തിലേക്ക് അറിഞ്ഞിരിക്കുക എന്നതാണ് പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ പഠിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ സ്കൂളിലാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഇന്റർവെൽ ടൈമിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പം കുട്ടികളൊക്കെ ചിലപ്പം കളിയാക്കി എന്നൊക്കെ ഇരിക്കും. പക്ഷെ അതൊന്നും വല്ലാണ്ട് മൈൻഡ് ചെയ്യണ്ട. നമ്മൾ മാക്സിമം പഠിക്കുക, നമ്മൾ പഠിത്തത്തിലേക്ക് മാക്സിമം ടൈം കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മളെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 മന്തോളം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിൽ കത്തിച്ച് പഠിക്കണം. ഒരു മന്ത് ടൈം ഉണ്ട്. ആ മന്തിൽ നമ്മൾ എന്തൊക്കെ പോരായ്മ ഉണ്ടോ നമ്മളെ ഇതിൽ അതൊക്കെ നമ്മൾ പക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.
അപ്പോൾ നമ്മൾ OMR ഫില്ലിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മോഡൽ പേപ്പറൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ബ്രില്യൻ്റ് അങ്ങനത്തെവരോടൊക്കെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുമായിരിക്കും. ഇപ്പോൾ നമ്മളെ അടുത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും, ബ്രില്യൻ്റ് ബഡ്സ് ഇറങ്ങിയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ റിപ്പീറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് അത് OMRൽ തന്നെ ഫില്ല് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. OMR ഒക്കെ ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എവിടെന്നെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ പറയേണ്ട കാര്യം ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, പക്ക കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, കൂളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതില്ലെങ്കിൽ ചിലപ്പം നടന്നോളം എന്നില്ല. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മളെ ഇനി അപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ തന്നെ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറയേണ്ട കാര്യം +1 കുട്ടികളോടാണ്. നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇങ്ങനെ ഷോർട്ട് നോട്ടായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇക്വേഷൻസ് മാത്രമല്ലാണെങ്കിലും ബയോളജിക്ക് വേണം എന്ന് ഞാൻ പറയില്ല. കാരണം ബയോളജിക്കൊക്കെ ഞാൻ എപ്പം റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഓരോ ചാപ്റ്ററും NCERT വായിച്ച് തീർക്കും. പെട്ടെന്ന് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വിടും. ഇങ്ങനെ കണ്ടുപോയാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ച് വിടുകയാണ് ചെയ്യുക, മറന്നു പോകാതൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഫിസിക്സും കെമിസ്ട്രി അങ്ങനെ നടന്നോളുന്നില്ല. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മാക്സിമം കൊണ്ടുപോവുക എന്നുള്ള രൂപത്തിൽ ചെയ്യണം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ +1 +2 കൂടെ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ കാണുക, അല്ല ഇങ്ങനെ 2 കൊല്ലം കൊണ്ടാണ് ഓരോ ഒരു ഇത് തീർക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ലെവലിൽ തന്നെ ഉണ്ടാവും. മറ്റൊരു റിപ്പീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ആൾക്കാരാണെങ്കിലും ഒരു കൊല്ലം കൊണ്ടാണ് എല്ലാ ചാപ്റ്ററും തീർക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി വല്ലാണ്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. പക്ഷേ +1 +2 കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തെന്നാലും ഷോർട്ട് നോട്ട് ചെയ്താൽ അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്ലാസ്സിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നിൽക്കുക. ഇപ്പോൾ ട്യൂഷന് പോവുകയാണെങ്കിലും സ്കൂളത്തെ ക്ലാസ് ചിലവിൽ മൈൻഡ് ആക്കാതൊക്കെ നിൽക്കും. അതൊന്നും ചെയ്യരുത്. നമ്മൾ മാക്സിമം ഇൻവോൾവ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിന് നമ്മൾ ചെറിയ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റെസിഡൻഷ്യൽ അതിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇപ്പൊ മാത്സിലൊക്കെ പറ്റ മാർക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ കാണാറുണ്ട് ഇപ്പോൾ റെസിഡൻഷ്യലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി മാത്സ് അങ്ങനത്തെ ഓരോ സബ്ജക്റ്റിന്. ഇപ്പോൾ ജെയ്ക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെന്നാലും മാത്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ എന്തെന്നാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കിട്ടട്ടെ.